മനുഷ്യനാണ് ഈ ജാതിയും മതവും ഒക്കെ രൂപാന്തരപ്പെടുത്തിയത്. ഇനി ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? നമ്മുടെ മുകളിലേക്ക് നോക്കിയത് സൂര്യൻ കാണാം അല്ലെ? ഈ സൂര്യൻ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം ആ ഒരേ സൂര്യനിൽ നിന്നാണ് വെളിച്ചം കാണുന്നത് അല്ലെ? അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാവർക്കും വേണ്ടി ദൈവം ഒരു സൂര്യനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വ്യത്യസ്ത സൂര്യനൊന്നുമില്ല. മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മുടെ തൊട്ടടുത്ത് ഒരു മുസ്ലിം താമസിക്കുന്നുണ്ട്, ഹിന്ദു താമസിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ താമസിക്കുന്നുണ്ട്, എല്ലാവരും ആ മഴ കൊള്ളും അല്ലെ? അപ്പൊ മഴ പെയ്യുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല, സൂര്യനെ തമ്മിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു എന്താ? ഓക്സിജൻ അല്ലെ? ഞാൻ അകത്തേക്ക് വലിക്കുന്നത് ഓക്സിജനാണ്, നിങ്ങൾ അകത്തേക്ക് വലിക്കുന്നതും ഓക്സിജനാണ്. ഞാൻ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇവിടുത്തെ മുസ്ലിമിന് വേറെ ഓക്സിജനോ, ഹിന്ദുവിന് വേറെ ഓക്സിജനോ, ക്രിസ്ത്യന് വേറെ ഓക്സിജനോ ഒന്നുമില്ല. വായു എല്ലാ മനുഷ്യർക്കും ദൈവം തന്നിരിക്കുന്നത് ഒരേ ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ എന്റെ കയ്യിൽ നിന്ന് മുറിച്ചാൽ ഓടുന്നത് ചുവന്ന രക്തമാണ്, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓടുന്നത് ചുവന്ന രക്തമാണ് അല്ലെ? അപ്പൊ നമ്മളൊക്കെ എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയെടുത്താലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം പേര് ഗിന്നസ് ബുക്കിൽ പേരുണ്ടെങ്കിലും, ഇനി ഇവിടെ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഉണ്ടെങ്കിലും, അവസാനം എനിക്ക് എത്രയേ ഉണ്ടാകത്തുള്ളൂ സ്ഥലം? 6 അടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലെ? ഇവിടെ നിൽക്കുന്ന ആരാണെങ്കിലും, ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും, അവസാന മനുഷ്യന് 6 അടി ഒന്നേ ഉണ്ടാകത്തുള്ളൂ. എനിക്കാണ് ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ഒക്കെ കണക്ക് തന്നെയാണ് അല്ലെ? അപ്പൊ എല്ലാം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ, സൃഷ്ടിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.